ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ വിമാനമാർഗം ചികിത്സയ്ക്കായി അബുദാബിയിലെത്തിച്ചു. ആകെ 252 പേരെയാണ് UAEയുടെ ഗസ സഹായ ദൌത്യത്തിന്റെ ഭാഗമായി അബുദാബിയിൽ കൊണ്ടുവന്നത്. ഇവർക്ക് വിവിധ ആശുപത്രികളിലായി മികച്ച ചികിത്സ ഉറപ്പാക്കും. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാദൌത്യത്തിനു കൂടിയാണ് UAE ഗസയിൽ നേതൃത്വം നൽകിയത്. ഗുരുതരമായി പരിക്കേറ്റ 97 പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിൽ എത്തിച്ചു. പരിക്കേറ്റവരുടെയും രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ. ആകെയുള്ള 252 പേരിൽ 142 പേർ കുട്ടികളാണ്. കരീം അബുസലാം ക്രോസിംഗിലൂടെ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിൽ കൊണ്ടുവന്നത്. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ എത്തിച്ചതെന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിന്ത് അൽ ആഷ്മി പറഞ്ഞു. റമോൺ വിമാനത്താവളം മുഖേന UAE നേതൃത്വത്തിൽ ഇത് 2ാം തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ കൊണ്ടുവരുന്നതും. ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UAE സ്വീകരിച്ചു വരുന്ന സമഗ്ര പദ്ധതികളെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് പ്രകീർത്തിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് 3 പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരുന്നത്. മീഡിയ 1 അബുദാബി.